സമയം 2 മണി ആയിട്ടുള്ളൂ. നല്ല എന്താ പറയുക മഴക്കാറുണ്ട്. പോരാത്തതിനിതാ ചെറുതായിട്ട് മഴ പെയ്യാനും തുടങ്ങി. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടി ഇന്ന് പിന്നെ പോകുന്ന എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈക്കിൾ വാങ്ങിക്കാൻ വേണ്ടിയാണ്. എനിക്ക് ആദ്യമായിട്ട് ജീവിതത്തിൽ ഒരു പുതിയ സൈക്കിൾ കിട്ടുന്നതെന്ന്. മുമ്പിൽ സൈക്കിൾ ഓടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അനിയൻ്റെ അതായത് ഇളയമാൻ്റെ മോൻ്റെ സൈക്കിളെല്ലാം എടുത്തിട്ട് ഞാൻ ഓടിച്ചിട്ട് ആശ തീർക്കൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെല്ലാം സൈക്കിൾ ഓടിക്കും. പക്ഷേ സ്വന്തമായിട്ട് സൈക്കിളില്ല. ആ സമയത്തൊന്നും ആർക്കും പെൺകുട്ടികൾക്ക് സൈക്കിളൊന്നും വാങ്ങിച്ചു കൊടുക്കില്ല ആരും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ കാലമൊക്കെ മാറി എല്ലാവർക്കും സൈക്കിളൊക്കെ കിട്ടാൻ തുടങ്ങി. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യം ഒരു ഫസ്റ്റ് സൈക്കിൾ വാങ്ങിക്കാൻ പോകുന്നത് ഇന്നാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പിന്നെ എന്താ പറയുക ഒരു വ്ളോഗിൽ സൈക്കിൾ ക്ലബിൻ്റെ പിന്നെ ഇതിന് ഇനോഗ്രേഷൻ പോയ സമയത്ത് എന്ന് പറഞ്ഞാൽ മാച്ചുവിൻ്റെ സൈക്കിൾ എടുത്തിട്ടേ പോയേ. പക്ഷേ മാച്ചുവിൻ്റെ സൈക്കിളിൻ്റെ കോലം ഞാൻ അന്ന് കാണിച്ചു തന്നില്ല. പക്ഷേ ഇന്ന് കാണിച്ചു തരുന്നത് ഇതാ എല്ലാം എന്താ പറയുക തുരുമ്പെടുത്തിട്ടുണ്ടാ. ശരിക്കുള്ള ഒരു മെയിൻ്റനൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫുൾ തുരുമ്പെടുത്തിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല ഇത് മൗണ്ടൈൻ ബൈക്കും കൂടിയാണ്. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചത് ഏതായാലും മൗണ്ടൈൻ വേണ്ട. കാരണം വെച്ചാൽ മൗണ്ടൈൻ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു പ്രഷർ കൊടുക്കേണ്ടി വരുന്നത് ചവിട്ടുന്ന സമയത്ത്. അത് എനിക്ക് പിന്നെ എൻ്റെ അനുഭവമാണെന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഹൈബ്രിഡ് എടുക്കാം. ഹൈബ്രിഡ് ആകുമ്പോൾ ഒന്ന് ചെറുങ്ങനെ ഒന്ന് ചവിട്ടി കൊടുത്താൽ മതി. അപ്പം വേഗം അങ്ങ് പൊയ്ക്കോളും. അപ്പോൾ അതിന് വേണ്ടി ഇന്ന് പോവാന്ന്. അപ്പോൾ പിന്നെ അതാ നമ്മളെ ഡ്രൈവറെ സ്ഥാനത്ത് എന്നെ മാറ്റിയിട്ട് ഇതാ ഇവനിരിക്കും നോക്കിയാടെ ഇറങ്ങടാ പുറത്തെ ഒരു വണ്ടിക്കള്ളൻ. ഇതാ പിടിച്ചു വണ്ടിക്കള്ളനെ ഇറങ്ങടാ പുറത്തെ. ഒരു 1.5 മഴ പെയ്തോണ്ടിരിക്കുകയാണ്. നമ്മൾ രണ്ടും കൊടയെടുക്കാണ്ടാ വന്നിട്ടുള്ളത്. അപ്പൊ പോകുന്ന വഴിക്ക് പിന്നെ ശ്രീജേച്ചിന്റെ അടുത്ത് ഒന്ന് കാരണം മിന്നാന്ന് ശ്രീജേച്ചി വീട്ടിൽ വന്നിന്. അപ്പൊ ഞാൻ വിസ്മയിലായോണ്ട് കാണാൻ പറ്റിയില്ല. അപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നെ കിട്ടാത്തോണ്ട് വിചാരിച്ചു ഏതായാലും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന വിചാരിച്ച. പക്ഷെ ഞാൻ ഇങ്ങനെ കറങ്ങുന്നതെന്നുള്ളത് ശ്രീജേച്ചിക്ക് അറിയാം. എന്നാലും എന്താ പറയാ ഒന്ന് വന്ന് നോക്കിയതാണ്. പക്ഷെ പാവം തിരിച്ചു പോകണ്ട വന്ന്. ഞാൻ പിന്നെ വിചാരിച്ച ഏതായാലും പോകുന്ന വഴിക്കൊന്ന് ശ്രീജേച്ചിന്റെ അടുത്ത് കയറിയിട്ട് പോവാന്ന്. പിന്നെ അത് മാത്രമല്ല ഇപ്പൊ സൈക്കിളിന്റെ അടുത്തേക്ക് പോകുമ്പോന്ന് പറഞ്ഞാല് സൈക്കിളിന്റെ ഒറ്റ സ്ഥലത്തും പാർക്കിംഗ് ഉണ്ടാവില്ല. വേറെ എവിടെയെങ്കിലും വെച്ചിട്ടെല്ലാം നടക്കണം അല്ലെങ്കിൽ ഓട്ടോയിലും പിടിച്ചിട്ട് പോകണം. പക്ഷെ ഈ കൊടയെടുക്കാണ്ട് നമ്മൾ രണ്ടും പോയിട്ട് എന്താ സ്ഥിതി എനിക്കറിയില്ല. ഇപ്പൊ കൊട വാങ്ങേണ്ടി വരുമോന്ന് അറിയില്ല. മഴ പെയ്യാനായി അന്നേരമാണ് ഇപ്പൊ കൊടയൊക്കെ വാങ്ങിക്കുന്നത്. പെട്രോളിന് 104.92 അതായത് 105 രൂപ. ഇനിയിപ്പൊ ഇത് കയറി എവിടെ എത്തുമോ അമ്മോ. പക്ഷെ ഇതിനൊന്നും പ്രതികരിക്കാൻ ആരുമില്ല അല്ലെ നമ്മളെ നാട്ടില്. ഇവിടെ എത്തുമ്പോഴേക്ക് എന്തോ ഭാഗ്യത്തിന് മഴയൊന്നുമില്ല. മഴയെല്ലാം നിന്നിട്ടുണ്ട്. ശ്രീജേച്ചി നമ്മളെയും വെയിറ്റ് ചെയ്തിട്ട് പുറത്തന്നെ നിൽക്കുന്നുണ്ട്. വീഡിയോ കാണുകയല്ല ക്യാമറ കാണുമ്പോഴേക്ക് ഓടുന്നുണ്ടോ? എന്താ വരുന്നില്ല? ആ ശ്രീജേച്ചിക്ക് നാണായി. ഇപ്പൊ എല്ലാവർക്കും ക്യാമറ കാണുമ്പോ ഭയങ്കര പേടിയാണ് അല്ലേ മാസി? ക്യാമറ ഇങ്ങോട്ട് പോകുന്നുണ്ടാവും. അയ്യോ എന്നെ അടുത്തേക്കല്ല പറഞ്ഞിട്ട് ഓടുന്നു. മാച്ചു അവിടുന്ന് ഒരു പിന്നെ ചെടി മോഷ്ടിച്ചിട്ടുണ്ട്. ഇന്ന് ഫുള്ള് മോഷ്ടിക്കലത് അല്ലേ? ശ്രീജേച്ചിയോട് ചോദിച്ചു എനിക്ക് കൊടുത്തേ. ശ്രീജേച്ചിനെ ഏൽപ്പിച്ചിട്ട്. എന്നാ ഇതിന്റെ പേരെന്നാ? ജിമിക്കി കമ്മല്. ഒരു ഹൈബിസ്കസ് ആണ് സംഭവം. നല്ല ഭംഗിയാണ്. ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഏകദേശം 1.5 വർഷമായി ഏൽപ്പിച്ചിട്ട്. പക്ഷെ എടുക്കാൻ മറന്നു പോന്ന്. നമ്മളിപ്പോ സിറ്റി സെന്ററിൽ വണ്ടി ഇട്ടിട്ടാ പോകുന്നത്. കാരണം വെച്ചാൽ സൈക്കിൾ വാങ്ങിക്കാൻ പോകുന്നത് മാർക്കറ്റിന്റെ ഉള്ളിലാണ്. അതാണെന്താ പൈന്ന് പറയുന്ന പിന്നെ സൈക്കിൾ ഷോപ്പ് ഉണ്ട്. അവിടെ പോയിട്ട് വാങ്ങിക്കുന്നത്. അപ്പൊ പിന്നെ മാർക്കറ്റിന്റെ ഉള്ളിൽ എവിടെയും പാർക്കിംഗ് എത്തൂല. അതുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ചു ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് പിന്നെ ബാക്കിലൂടെ നടക്കേണ്ട ദൂരേ ഉള്ളൂ. ഇപ്പൊ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കൂടോ ഇല്ല ഒന്നും പറയാൻ കഴിയില്ല. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ മഴ പെയ്യാണ് നമ്മൾ തിരിച്ചെത്തും. അല്ല ഞാൻ പിന്നെ കൂടും നോക്കാല്ലേ മാച്ചു നമുക്ക് ഭാഗ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇവിടെ ഇപ്പം ഉണ്ടല്ലോ ഹൈബ്രിഡ് ഇല്ല. എല്ലാം മൗണ്ടൈൻ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങി ഇനിയിപ്പം പിന്നെ എന്താ പറയുക വേറൊരു സ്ഥലമുണ്ട് ട്രാക്ക് ആൻഡ് ട്രയൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവിടെ പോയി നോക്കാൻ വിചാരിച്ചിട്ടാണുള്ളത്. എന്ത് സ്പീഡിലാ നടന്നേ. മഴ പെയ്യും വിചാരിച്ചിട്ടുണ്ടല്ലോ. 1.5 സ്പീഡിലാ നടന്നേ. മാച്ചുവിന് എന്നെ എത്തുന്നില്ല. മാച്ചുവിനോട് വെല്ല നടക്കുന്നത്. വിസ്മയ പോയിട്ട് മാച്ചു ആകെ തകർന്നിട്ടുള്ളത്. എനിക്കെന്ന് പറയുന്നത് ഇന്നലെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇന്ന് പിന്നെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഞാൻ വേഗം ഓടി. പക്ഷെ മഴയൊന്നും ഇല്ല. ചെറിയ പൊടി ഉണ്ടായിന്. ഇനി അടുത്തത് പിന്നെ നമ്മൾ പോകാൻ പോകുന്ന ട്രാക്ക് ആൻഡ് ട്രയൽ സൈക്കിൾസിലാണ്. അപ്പൊ അതെവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് താണക്ക് ട്രെയിനിങ് സ്കൂളിന്റെ അടുത്താണ്. ക്യാപിറ്റൽ മാളില് വണ്ടി വെച്ചിട്ട് വേണം അതും പോകാൻ വേണ്ടി. എല്ലാ സൈക്കിൾ ഷോപ്പിൽ പോകുമ്പോ സൈക്കിൾ ഷോപ്പിലൊന്നും പിന്നെ പാർക്കിംഗ് ഉണ്ടാവില്ല. അപ്പൊ തൊട്ടടുത്തുള്ള മാളിൽ വെച്ചിട്ട് വേണം പോകാൻ വേണ്ടി. താണക്കിൽ വരുമ്പോ ക്യാപിറ്റൽ മാള് കഴിഞ്ഞപ്പാടെ തന്നെയാണ് ഈ ട്രാക്ക് ആൻഡ് ട്രയൽ വരുന്നത്. അപ്പൊ അവിടെ പോയിട്ട് നമ്മള് സൈക്കിളൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്യാപിറ്റൽ മാളിലൊക്കെ തിരിച്ചു വരാൻ വിചാരിച്ചു. കാരണം നമുക്ക് കുറച്ച് സാധനം പർച്ചേസ് ചെയ്യാനുണ്ട്. ഗൈസ് അങ്ങനെ ഇന്നത്തെ ഉയർത്ത് വെറുതെ ആയ കാരണം വെച്ച് കഴിഞ്ഞാല് പിന്നെ നമ്മളവിടെ ട്രാക്ക് ആൻഡ് ട്രയലിൽ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ സൈക്കിൾ ഒരുപാട് മോഡൽസ് ഉണ്ട്. പക്ഷെ എന്റെ സൈസിലെ മീഡിയം എന്റെ സൈസിൽ വേണ്ടതെന്ന് വെച്ചാൽ സ്മോള് അല്ലെങ്കിൽ എക്സ്ട്രാ സ്മോൾ ആണ്. അപ്പൊ അവിടെയുള്ള എല്ലാ മോഡൽ എന്ന് പറഞ്ഞാല് പിന്നെ ലാർജ് അല്ലെങ്കിൽ മീഡിയം. അപ്പൊ മീഡിയം എനിക്ക് ഓടിക്കാൻ വേണ്ടി മാച്ചുവിന്റെ സൈക്കിൾ മീഡിയം ഞാൻ ഓടിക്കലുണ്ട്. പക്ഷെ അവര് പറയുന്ന വെച്ച് കഴിഞ്ഞാല് സൈക്കിൾ എന്ന് പറയാം 3 വീലുള്ള സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാം.
കുഞ്ഞു കുട്ടികൾക്കെല്ലാം സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് മാച്ചുന്റെ അഭിപ്രായം. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞ വെച്ച് കഴിഞ്ഞാൽ ആ കൊട്ട സൈക്കിളില്ലേ മുമ്പില്, അതാകുമ്പോ എനിക്ക് സാധനം എല്ലാം വാങ്ങിച്ചിട്ട് വരാം അല്ലേ, അതാ ബെറ്റർ. നോക്കട്ടെ, ഇനി ഒന്നും കിട്ടിയില്ല, ലാസ്റ്റ് അതായിരിക്കും എടുക്കല്ലേ ഡീബേർഡ്. ഓക്കെ, അപ്പൊ പിന്നെ അവിടെ നോക്കുമ്പോ വെച്ച് കഴിഞ്ഞാല് മീഡിയം അല്ലെങ്കിൽ ലാർജേ ഉള്ളൂ. അപ്പൊ മീഡിയം ഞാൻ മാച്ചൂടെ സൈക്കിൾ എടുക്കലുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവര് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളെ സൈസിന്, അതായത് ഹൈറ്റിന് കണക്കല്ല. കാരണം ഞാൻ നല്ല ഹൈറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് മാച്ചോടെ കണ്ണിങ്ങനെ തള്ളി നോക്കിയത്. ഞാൻ കുള്ളത്തി ആയതുകൊണ്ട് പിന്നെ അവര് പറഞ്ഞു നിങ്ങൾക്ക് ഒരു സൈസ് പറ്റൂല, അപ്പൊ മീഡിയം എടുത്തതിനെ പെട്ടെന്ന് പിന്നെ എന്താ പറയുക റോഡുമ്മേലെ പോയിക്കൊണ്ടിരിക്കുമ്പോ ബ്രേക്കെല്ലാം പിടിക്കുമ്പോ വെച്ചാല് പെട്ടെന്ന് അപകടം വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് അത് എടുക്കണ്ടെന്ന് പറഞ്ഞു. അവരൊരു തരത്തിലും സമ്മതിക്കുന്നില്ല. അപ്പൊ ലാസ്റ്റ് ഞാൻ വിചാരിച്ചെന്ന് വെച്ചാല് പിന്നെ എന്താ അവിടുന്ന് ഒഴിവായിട്ട് വേറെ എവിടെയെങ്കിലും പോവാന്ന് വിചാരിച്ചു. പക്ഷെ അവിടുന്ന് അവര് വേറെ ലെവലൊക്കെ കോണ്ടാക്ട് ചെയ്ത് നോക്കുമ്പോഴേക്ക് എവിടെയും സ്മോൾ ഇല്ല. പിന്നെ ഉണ്ട് ഒരു സ്ഥലത്ത് പിന്നെ റെക്ടോസ്പെക്കാന്ന്. അപ്പൊ ആ കമ്പനിനെ കുറിച്ച് ആർക്കും വലിയ അഭിപ്രായമില്ല. ഞാൻ എല്ലാരും വിളിച്ചു ചോദിച്ചു, അഭിപ്രായം ഒന്നല്ല, ആർക്കും അറിയില്ല അതിനെ കുറിച്ച്. അപ്പൊ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ, കാരണം എനിക്ക് എന്നാ പിന്നെ സൈക്കിൾ അത് എടുക്കാലോ എന്ന് ചോദിച്ചിട്ടാണ്. അപ്പൊ ഇവര് പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് ഏതായാലും പിന്നെ നിങ്ങൾ ഒരു ദിവസം വെയിറ്റ് ചെയ്ത് അവര് എവിടെയെങ്കിലും അന്വേഷിച്ച് നോക്കട്ടെ, എവിടെയെങ്കിലും സ്മോൾ ഉണ്ടെങ്കിൽ അവർ എത്തിച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് കുറച്ച് വീട്ടിലേക്കുള്ള സാധനമൊക്കെ വാങ്ങിച്ച്, പിന്നെ അത് മാത്രല്ല വേറൊരു കടവും കൂടി ബാക്കിയുണ്ട്. എന്താടാ മാച്ചു പറഞ്ഞു കൊടുത്തേ? പിസ്സ കഴിക്കല്. വരുമ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോമിനോസ് പോണം. ഡോമിനോസ് എന്തോ എന്താ പറയാ ഭാഗ്യല്ല, എന്തോ ഇല്ല, അവിടെ ബാക്കിയായി പോയതാണ്. അപ്പൊ ഇന്ന് എന്തായാലും സൈക്കിൾ കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് പിസ്സ വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. ക്യാമറയുടെ മുമ്പിൽ വരൂല, ഞാൻ അന്നേ പറഞ്ഞിട്ടില്ലേ സാഗർ ഉള്ളപ്പോ സാഗർ സംസാരിക്കുന്നത് ഇവ മൂലക്കോയിരിക്കുന്നത്, അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ മൂലക്കോയിരിക്കുന്നുണ്ട്. ഇന്നൊന്നും മൂടില്ല എന്നാ അവൻ പറയുന്നത്. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ ഇനി ഏതായാലും ഡോമിനോസ് പോയിട്ട് ആ ഒരു പിസ്സയും വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ കാര്യം ഓക്കെ ആയി അല്ലേ മച്ചു? അപ്പൊ ഏതായാലും നമുക്ക് ഇനി ഇവിടുന്ന് വിട്ടിട്ട് ഡോമിനോസ് ചെന്ന് കാണാം. അങ്ങനെ നമ്മളിപ്പോ ഡോമിനോസിലെത്തി. ഡോമിനോസിൽ അങ്ങനെ അധികം തിരക്കൊന്നുമില്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചത് കഴിക്കാൻ വിചാരിച്ചു. ആൾക്കാരൊക്കെ വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ. എനിക്കിവിടെ രാത്രിയാണെന്ന് തിരക്ക്. ഇപ്പോൾ വൈകുന്നേരം ഒരു സമയം ആയിട്ടുള്ളൂ. ഓർഡറൊക്കെ ചെയ്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാറ്റം എന്തായിരുന്നു ഓർഡർ ചെയ്തത്? ചിക്കൻ പെപ്പറോണിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഗാർലിക് ബ്രെഡാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഉമ്മമാർക്ക് ഒരു കുഞ്ഞ് പിസയും കൂടെ വാങ്ങിച്ചു കൊടുക്കാൻ വിചാരിച്ചു. കാരണം നമ്മൾ പിസയിൽ ഇങ്ങനെ അടിച്ച് വീശുമ്പോൾ പാവം ഉമ്മ പിസയൊന്നും കഴിക്കാണ്ട് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഏതായാലും ഉമ്മാക്കും പിസ വാങ്ങിക്കാം. ഞങ്ങൾ ഉമ്മാനെ അത് കൂട്ടണം വിചാരിച്ചത്. പക്ഷേ സൈക്കിൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിൽ വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. സീറ്റെല്ലാം റെഡിമറിച്ച് ഇട്ടിട്ട് പിന്നെ മാച്ച് കുഞ്ഞ് വാവില്ലെന്നല്ലല്ലോ, മുമ്പല്ലാണെങ്കിലും മാച്ച് വേഗം ഉമ്മാവൻ്റെ മടി കയറിയിരിക്കല്ലേ മാച്ചോ. അപ്പം പിന്നെ മാച്ച് വലിയ കുട്ടിയായി, അതുകൊണ്ട് പിന്നെ ഉമ്മാൻ്റെ കാലിൻ്റെ വില ഇരുന്ന് കാല് വേദന എടുക്കലായിരിക്കും. അവിടെ പിന്നെ ഉമ്മാനെ അങ്ങ് ഒഴിവാക്കിയതാണ്. മെയിൻ ഐറ്റം പെപ്പറോണി പിസ്സ. കഴിച്ചോക്ക എന്നിട്ട് പറ. ടേസ്റ്റിയാ? അങ്ങനെ മാച്ചിൻ്റെ ആ ഒരു ആഗ്രഹവും കൂടി കഴിഞ്ഞല്ലേ മാച്ചോ? എന്തുണ്ട്, ടേസ്റ്റ് ഇല്ലേ മോനെ? നല്ല ടേസ്റ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ മാച്ചുവിൻ്റെ ആ ഒരു എന്താ പറയുക, എൻ്റെ ഒരു സബ്സ്ക്രൈബറൊക്കെ ഉണ്ട്, ഞാനത് വസ്ത്രം പറയാനുള്ളതാണ്. അപ്പോൾ മാച്ചുവിന് എന്താ പറയുക ഫുൾ ഹാപ്പിയായി. ഡോമിനോസ് എല്ലാം കഴിച്ചുകൊണ്ട് ഉമ്മാമാക്കുള്ളത് വാങ്ങിച്ചിട്ട് മാച്ചു ഞാൻ മുമ്പിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി വണ്ടി ഓപ്പൺ ചെയ്തില്ലേ? ഞാൻ ചോദിച്ചു ഇതെന്താ, ഞാൻ ലോക്ക് ചെയ്യാൻ മറന്നുപോയത്. ഇപ്പോൾ ഇതാ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്, നല്ല രാത്രിയായി അല്ലേ? അതിൻ്റെ ഉള്ളിലിരുന്നപ്പോൾ രാത്രിയോ പകലോ ഒന്നും മനസ്സിലായിട്ടില്ല. ഇപ്പൊ രാത്രിയായി, പക്ഷെ സമയം അങ്ങനെ ഒരുപാടൊന്നും ആയിട്ടില്ല കേട്ടോ. സമയം ഇപ്പൊ ഏകദേശം എത്രയായ നോക്കട്ടെ, 7:10 അത്രേ ആയിട്ടുള്ളൂ. പക്ഷെ നോക്കിയ ടൗണെല്ലാം ഉണങ്ങിയ പോലെ ആയിപ്പോയി. ഒന്നൊന്നര മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, കുട്ടിക്കാറ്റ് മഴ ഒന്നും പറയണ്ട. ആഹാ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. നമ്മൾ സൈക്കിളൊന്നും കിട്ടാണ്ട് തിരിച്ചു വന്നതിന് വേറൊരു ദിവസം പോയിട്ട് വേണം സൈക്കിൾ വാങ്ങിക്കാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീഡിയോ കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.